ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതോടെ വടക്കൻ ഗസയിൽ നിന്ന് കൂട്ടപ്പലായനം. തെക്കൻ ഗസയിലേക്കാണ് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ നീങ്ങുന്നത്. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അൽ റാഷിദ് തീരദേശ റോഡിലൂടെ മാത്രമാണ് പലായനത്തിന് നിലവിൽ അനുമതിയുള്ളത്. ജിഷ്ണു രവീന്ദ്രൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നുവല്ലോ. തൊട്ടു പിന്നാലെ ആക്രമണം ശക്തമാകുന്നു, കരയുദ്ധം അതിലേക്ക് കടക്കുന്നു ഇസ്രായേൽ. ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ, ജിഷ്ണു? ഉന്മേഷ്, ഗസയിലെ ജനതയ്ക്ക് മുകളിൽ ഇസ്രായേലിന് നടത്താവുന്ന ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ഏറ്റവും ക്രൂരമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കരയുദ്ധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം 50ഓളം പേർ മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം ഒരു തീരദേശ റോഡ് മാത്രം, അൽ റാഷിദ് എന്ന തീരദേശ റോഡ് മാത്രമാണ് തെക്കൻ ഗസയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പലായനം ചെയ്യാൻ ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ജനത മുഴുവൻ അവരിതുവരെ സമ്പാദിച്ചതിൽ ബാക്കിയായത് മുഴുവൻ കെട്ടി ഒരുമിച്ച് കൂട്ടി, കുടുംബത്തിൽ ബാക്കിയായവരെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ആ തീരദേശ റോഡ് വഴി സഞ്ചരിക്കുകയാണ് തെക്കൻ ഗസയിലേക്ക്. സാധനങ്ങൾ, വാഹനങ്ങൾ, ജനങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാം ചേർന്ന് ആ തീരദേശ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വരുന്നത്. അത്രയും ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഗാസ കത്തുകയാണ് എന്നാണ്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ ഗസയിൽ നടക്കുന്നത് ഒരു വംശഹത്യയാണ് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ വംശജ കൂടിയായ നവി പിള്ള നേതൃത്വം നൽകുന്ന ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അവിടെ സാഹചര്യ തെളിവുകൾ മുതൽ ഇസ്രായേൽ പ്രസിഡന്റും പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഓർഡറുകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് UN ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപീകരിച്ച ആ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളായിരുന്നു അതിൽ നിന്ന് പുറത്തു വന്നത്. എന്നാൽ ഇസ്രായേൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. നോക്കൂ, ഖത്തർ ഉച്ചകോടി ഇന്നലെ അവസാനിച്ചിട്ടേ ഉള്ളൂ. ഖത്തർ അതിശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനെതിരെ പുറപ്പെടുവിച്ച് ഇനിയൊരു വംശഹത്യയിലേക്ക് പോകില്ല, ആ വംശഹത്യ വിജയിക്കില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണമെന്ന തരത്തിലേക്കൊരു ഒരുമിച്ചുള്ള ഒരു സംയുക്ത പ്രസ്താവനയിലേക്ക് വരെ ഖത്തർ ഉച്ചകോടി കടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് കാണിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ കരയാക്രമണം തുടരുകയാണ്. എന്ന് മാത്രമല്ല, ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും വന്നതിന് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഹമാസിനെ ഇല്ലാതാക്കാൻ അതിർത്തി കടന്ന് എങ്ങോട്ട് വേണമെങ്കിലും തങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും തങ്ങൾ തയ്യാറാണ്. അതിന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വന്നാലും ഇനിയിപ്പോൾ ഒരു ഉച്ചകോടി നടന്നാലും അതിൽ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നൊരു സംയുക്ത പ്രസ്താവന നടത്തിയാലും അത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. തങ്ങൾ അതിശക്തമായ കരയുദ്ധമായും അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ആക്രമണവുമായും മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഗസയിൽ നിന്നും ആളുകൾ കൂട്ടപ്പലായനം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത്രയും ക്രൂരമായി, ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ ഒരു ജനതയ്ക്കുമേൽ ഒരു രാജ്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അതൊരു വംശഹത്യയാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അംഗീകരിക്കുന്ന അവസ്ഥയിലും അതൊന്നും കൂസാതെ ഒരു ജനതയെ മുഴുവനായും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ആക്രമണം വളരുകയാണ്. ഉന്മേഷ്, ഇപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ പലായനത്തിന്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ. ഒടുവിൽ ഈ 48 പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്നിങ്ങനെ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ജിഷ്ണു. നേരത്തെ പല ഘട്ടങ്ങളിലായി ഈ ഗസ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പറയുമ്പോൾ സ്ഥിതി അതീവ സങ്കീർണവും അതീവ ഗുരുതരവുമാവുകയല്ലേ ജിഷ്ണു? തീർച്ചയായും. അതായത് ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ളത് കൂടിയാണ് ഇസ്രായേലിന്റെ ഒരു ഉദ്ദേശം. ഗസ സിറ്റിയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിലൂടെ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച് ബന്ദികളെ തിരിച്ചു കിട്ടണമെന്ന ആവശ്യമാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ആ ആവശ്യം അമേരിക്ക കൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ ബന്ദികളെ കവചമാക്കി നിർത്തി ഹമാസ് തിരിച്ചടിക്കുക അല്ലെങ്കിൽ ഹമാസ് പ്രതിരോധം തീർക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഹമാസ് പോകുമോ എന്ന സംശയം കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഹമാസ് കടന്നാൽ അതിശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് കൂടി ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പലസ്തീൻ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒക്യുപ്പൈ ഗാസ സിറ്റി എന്ന് പറയുന്ന മൂവ്മെന്റുമായി ഇസ്രായേൽ മുന്നോട്ട് വരുന്നത്. ഈവൻ സോണിൽ
കൂടുതൽ അനധികൃത കുടിയേറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന ബസലേൽ സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള ഇസ്രായേലി നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടതാണ്. പലസ്തീൻ എന്ന ആശയം തന്നെ തങ്ങൾ ഇല്ലാതാക്കും, അതാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. ആ ഒക്യുപ്പൈ ഗാസ മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഇപ്പോൾ യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന തരത്തിൽ, മരണസംഖ്യ ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ശക്തമായ ഒരു കരയുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അത്രയധികം മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്ന കാഷ്വാലിറ്റിയേക്കാൾ കൂടുതലാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 50ലേക്ക് എത്തുന്നു മരണസംഖ്യ. അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അത്രയും ശക്തമായ ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഉന്മേഷ്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു പ്രസ്താവന കൂടി വരുന്നുണ്ട്. ഇത് ദോഹ സമ്മറ്റിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രതികരണം വരുന്നു. മാർക്കോ റൂബിയോ ഇസ്രായേലിൽ എത്തിയത് ഈ ഇത്തരം ക്രൂരമായ നീക്കങ്ങൾക്ക് അതിന് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊരു പ്രതികരണം കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.